ഹലോ ഗായ്സ്, അങ്ങനെ എനിക്കിന്ന് കോളേജ് തുറന്ന് കോളേജിലേക്ക് പോവുകയാണ്. പിന്നെ എന്താ ബസ് വരാത്തതെന്ന് പറഞ്ഞിട്ട് അച്ഛൻ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ബസ്സൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് നല്ല മഴയായിരുന്നു. പിന്നെ അങ്ങനെ മഴയത്ത് ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ബസ്സിലിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുന്നംകുളം എത്തി. അപ്പോൾ അന്ന് ഗുരുവായൂർ എത്തുമല്ലോ എന്നുള്ളൊരു നല്ല ആശ്വാസത്തിലായിരുന്നു. പിന്നെ ഒരു നായ്ക്കുട്ടി നടപ്പിക്കാൻ നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ബാഗൊക്കെ ഏറ്റ് ഇങ്ങനെ ഹോസ്റ്റലിലേക്ക് പോയി. അവിടെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കണ്ട് ഹായ് കൊടുത്തു. അങ്ങനെ അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് കയറുകയാണ്. അവിടെ പോയപ്പോൾ നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ മേക്കപ്പൊക്കെ ചെയ്ത് ഇതാണ് എൻ്റെ റൂം. ഒന്നും പറയാനില്ല, നല്ല പൊടി പിടിച്ചിട്ടാണ് കിടക്കുന്നത്. ഇതൊക്കെ വൃത്തിയാക്കണം. അന്ന് വന്നിട്ട് വൃത്തിയാക്കാന്നുള്ള മൈൻഡിൽ ഞങ്ങൾ വാതിലൊക്കെ പോയിട്ട് ക്ലാസ്സിനിറങ്ങി. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ കോളേജ്, ശ്രീകൃഷ്ണ കോളേജ്. കോളേജ് കയറിയപ്പോൾ നല്ല മഴയൊക്കെ പെയ്തിട്ട് ഒരുമാതിരിയായിട്ടായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ കുഴപ്പമില്ല, ഞങ്ങൾ ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 9:30 കയറണം, ഞങ്ങൾ 10:30 ക്ലാസ്സിന് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ടാണ് നന്ദന. അവൾ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്, കോളേജ് ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അവളെ കണ്ടപ്പോൾ നല്ല സന്തോഷമൊക്കെ തോന്നി. എന്നുവെച്ചാൽ കുറേ ദിവസത്തിന് ശേഷമല്ലേ കാണുന്നത്. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ്. ഇവിടെയാണ് ക്ലാസ്സൊക്കെ ആകെ പൊടി പിടിച്ച് വൃത്തികേടായിട്ടായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ വൃത്തിയിൽ തുടച്ച് വൃത്തിയാക്കി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ സൈനൊക്കെ ചെയ്തു. എന്തൊക്കെയോ പറഞ്ഞവർ ചിരിക്കുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയുന്നില്ല. പിന്നെ വിശന്നിട്ട് വയ്യ, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങിയതാണ്. പക്ഷേ ഞങ്ങൾക്കൊന്നും കഴിക്കാൻ കിട്ടിയില്ല. ഒരു കട ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ക്രീം ബണ്ണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലേതാ വലിപ്പം നോക്കിയിട്ട് ഇവൾ എന്തൊക്കെയോ കാട്ടിയിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. ഇതിക്ക് വേണം അത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ചിക്കൻ കാലി വലിച്ച് കഴിക്കുന്ന പോലെ ആയിരുന്നു ഇവൾ ഈ ക്രീം ബണ്ണ് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ക്രീം ബണ്ണിൻ്റെ ഷേപ്പ് കണ്ടിട്ട് ഞങ്ങൾ എല്ലാവരും ചിരിക്കുമായിരുന്നു. പക്ഷേ ഇവൾക്ക് ഒരു വികാരം ഉണ്ടായിരുന്നില്ല. അവൾ ഇങ്ങനെ ഇരുന്ന് കഴിക്കുമായിരുന്നു. പിന്നെ ഞാൻ ജ്യൂസൊക്കെ ഇങ്ങനെ കുടിച്ചിട്ട് അങ്ങനെ ഇരുന്നു. പിന്നെ ക്ലാസ്സിൽ സാറ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പിള്ളേർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയ്യോ വേഗം പോകാമെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സാറിനെ ചീത്തയേക്കെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓടുകയാണ് ക്ലാസ്സിന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വയ്യ പറഞ്ഞിട്ട് നടക്കുക ചെയ്തത്. പിന്നെ സാറ് എത്തിയത് ഞങ്ങൾക്ക് വർക്ക് തന്നു. ഫസ്റ്റ് ഡേ ഒന്നും സാറ് ഓർത്തതേ ഇല്ല. ഞങ്ങൾക്ക് വർക്ക് തന്നു. ലൈബ്രറിയിൽ പോയിട്ട് ഞങ്ങൾ കുറേ എന്തൊക്കെയോ കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ നോട്ടൊക്കെ എഴുതി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കോളേജിൻ്റെ പുറത്തിറങ്ങി. പിന്നെ ഞങ്ങൾക്ക് നല്ല വിശപ്പായിരുന്നു. രാവിലെ ഒന്നും കഴിക്കാൻ കിട്ടിയില്ല എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശപ്പായി. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് പൊതിച്ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ പൊതിച്ചോറൊക്കെ കഴിച്ച് നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ ഇങ്ങനെ കഴിക്കാൻ. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് റൂം ക്ലീൻ ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിട്ട് വേഗം നടക്കുകയാണ് ഞങ്ങൾ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയി. ഈ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടായിരുന്നു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു. ഞങ്ങളൊരു ബിരിയാണി അതുപോലെ തന്നെ ഒരു അൽഫാമാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഓക്കെ, ബൈ.